ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഗായത്രി മന്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിശാലമായിട്ടൊരു ടോപ്പിക് തന്നെയുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞു തരാം. ഗായത്രി മന്ത്രം അതീവ ശ്രേഷ്ഠമാണ്. ഗായത്രി മന്ത്രം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാം ഗായത്രി മന്ത്രം. പണ്ട് കാലത്തെ ഗായത്രി മന്ത്രമൊന്നും ആരും ജപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഗായത്രി മന്ത്രമൊന്നും ആരും ഉരുവിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗായത്രി മന്ത്രം അതീവ ശ്രേഷ്ഠം തന്നെയാണ്. ഗായത്രി മന്ത്രജപം ഏതൊരാൾക്കും സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പാലനക്രമങ്ങൾ അത് ചെയ്യുമ്പോൾ, അത് മന്ത്രം ഉരുവിടുമ്പോൾ പല പാലനക്രമങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. വാക്ശുദ്ധി ഉണ്ടായിരിക്കണം, ചിന്താശുദ്ധി ഉണ്ടായിരിക്കണം, അന്നശുദ്ധി ഉണ്ടായിരിക്കണം, ശരീരശുദ്ധി ഉണ്ടായിരിക്കണം, വസ്ത്രശുദ്ധി ഉണ്ടായിരിക്കണം, കർമ്മശുദ്ധി ഉണ്ടായിരിക്കണം. ഇതൊക്കെയുള്ള ഒരു സ്വാത്വികന് മാത്രമേ ഈ പറയുന്ന ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാനോ ഉപയോഗിക്കാനോ പാടുള്ളൂ എന്നാണ്. ഗായത്രി ദേവിയെ ഭക്തിയോടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വിധി പ്രകാരം ജപിച്ചാൽ ഗായത്രി ജപോ ഉപാസന യുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ചിത്തശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും എല്ലാ കർമ്മനിഷ്ഠകളോടും കൂടി നിങ്ങൾ ഗായത്രി ദേവിയെ ഉപാസിച്ചാൽ, ജപോപാസന സ്ഥിരമായിട്ട് തുടർന്നു പോന്നാൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരാൻ പറ്റും. ഗായത്രി ജപത്തിന് മുൻപായിട്ട് 108 ഒരു ഓം എന്ന പ്രണവ മന്ത്രം നമ്മൾ ജപിക്കണം. ഓം എന്ന പ്രണവ മന്ത്രം നമ്മൾ ചൊല്ലിയിരിക്കണം. എന്നിട്ട് വേണം 108 തവണ ചൊല്ലിയിരിക്കണം. അതോട് കൂടി സാധകനിൽ ഏകാഗ്രമത സൃഷ്ടിക്കപ്പെടുന്നു. 108 തവണ ഓം ഓം എന്ന് നമ്മൾ ജപിക്കുമ്പോൾ എന്താണ്? ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രം നമ്മുടെ ഉള്ളിൽ നിന്ന്, മൂലാധാര ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു ഏകാഗ്രത സ്വയമേ വന്നു ചേരുന്നു. അതിനുശേഷം വേണം നമ്മൾ ഗായത്രി മന്ത്രം ഉരുവിടാൻ. ഈ ഗായത്രി മന്ത്രം ഉരുവിടുന്നത് പലതരത്തിലും നമുക്ക് ചെയ്യാം. അതായത് അതിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കഴുത്തളവ് കഴുത്തറ്റം വെള്ളത്തിൽ നമ്മൾ പുഴയിൽ ഇറങ്ങി നിന്നിട്ട് ഗായത്രി ജപം നടത്തുകയാണെങ്കിൽ മരണഭയം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ മരണത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. വേറെ ദുരിതങ്ങളോ മരണഭയമോ ഒന്നും ഉണ്ടാവില്ല. നിശേഷമത അകലുന്നതായിരിക്കും. വെള്ളത്തിൽ തല മുങ്ങി കിടന്നിട്ടാണ് നമ്മൾ ജപം ചെയ്യുന്നത്, ഗായത്രി മന്ത്രം ഉരുവിടുന്നത് എങ്കിൽ, ജപിക്കുന്നെങ്കിൽ ശാന്തിയും സമാധാനവും ഐക്യവും സമ്പത്തും ഒക്കെ ലഭിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ പോയിട്ട് എല്ലാവരും തല മുങ്ങി കിടന്നിട്ട് TV-ല് യൂട്യൂബിൽ ഒരു മേഡം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെന്ന് തല മുങ്ങി വെള്ളത്തിൽ കിടന്നിട്ട് ഗായത്രി മന്ത്രം ഉരുവിടാൻ നിന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് മുങ്ങി ചിലപ്പോൾ മരിച്ചു പോകും. അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ആരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കേണ്ട. അതിന് ഗുരുവിൽ നിന്നൊക്കെ നിങ്ങൾ അതിന് വേണ്ട ചിട്ടവട്ടങ്ങളും രീതികളൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ജപിക്കുന്നതെങ്കിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കും. ചിലവർ നീന്തലൊക്കെ അറിയാവുന്ന ആളുകൾ വെള്ളത്തിനടിയിലൊക്കെ കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പോൾ മുങ്ങിക്കിടക്കാറുണ്ട്. എന്നിട്ട് മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഒരു ഗായത്രി ജപം, ഈ ചില ശക്തമായ ഹഠയോഗ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ അത് യോഗയിലൊക്കെ അങ്ങനെ ചിലവർ ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ അമ്പലത്തിലുള്ള അരയാലിൻ്റെ ചുവട്ടിൽ ശനിയാഴ്ച ദിവസം ഇരുന്ന് 100 തവണ നമ്മൾ ഗായത്രി ജപിക്കുകയാണെന്ന് വിചാരിക്കാം. 100 തവണ അല്ലെങ്കിൽ 108 തവണ ഗായത്രി ജപിക്കുകയാണ് അരയാലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ശനിയാഴ്ച ദിവസം. അയാളിൽ നിന്ന് മാനസിക സംഘർഷം, ആഭിചാര ഉപദ്രവം, ആഭിചാര ദോഷങ്ങളൊക്കെ അകന്ന് ഇല്ലാണ്ടാവും. അപ്പോൾ ഗായത്രി മന്ത്രം അതിവിശേഷം തന്നെയാണ്. അത് ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച് എങ്ങനെയൊക്കെ പാരായണം ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് ജപിക്കേണ്ടത്, ഓം എന്ന പ്രണവ മന്ത്രം എങ്ങനെ ചൊല്ലണം, ഇതെല്ലാം നിങ്ങൾ ഒരു ഗുരുവിൽ നിന്നത് മനസ്സിലാക്കി യഥാവിധി ചെയ്തു പോന്നാൽ അതീവ ശ്രേഷ്ഠം തന്നെയാണ് ഗായത്രി ദേവി ഉപാസന.